അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് ചെട്ടിയാണിത്. അവിടെ ഒരു തുരുത്തുണ്ട്, നമ്മുടെ മൺട്രോ തുരുത്തില്ലേ അതുപോലൊക്കെ തന്നെ ഒരു തുരുത്തുണ്ട്. പക്ഷേ ഇച്ചിരി ഞങ്ങൾ ചെന്ന സമയം ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ഒന്നീ രാവിലെ ചെല്ലണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ 4 മണി കഴിഞ്ഞ് ഈവനിങ് സമയത്ത് ചെല്ലണമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇവിടെ ഒരു ബോട്ട് പോയി ഓൾറെഡി. അപ്പം നമ്മൾ അടുത്ത് വന്നിട്ട് വേണം, നമ്മൾ ആൾക്കാരൊക്കെ ആയ ശേഷം വേണം കേട്ടോ ആ തുരുത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആ സമയം കൊണ്ട് ഉച്ചയായില്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ എവിടെ ഫുഡ് കഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, കാരണം ആ ഭാഗം ഞങ്ങൾക്ക് അത്ര അറിവുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളോർത്ത് ഒന്ന് തപ്പി നോക്കാം, വണ്ടിയിലൊന്ന് കറങ്ങിയടിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം കാണുമല്ലോ. അപ്പോൾ അവിടെ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ആ ചേട്ടൻ്റെ ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫിഷിങ്ങിനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. ആ ചേട്ടന് തന്നെ 1-2 കണ്ടേ കിട്ടിയുള്ളൂ കേട്ടോ. അത് ഓൾറെഡി വിറ്റ് പോയിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് വെയിലൊക്കെ അടിച്ചിട്ട് പിള്ളേരും ആ പാടെ അവശരായി തുടങ്ങി. അപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയായി കേട്ടോ. അപ്പോൾ അടുത്ത ബോട്ട് വരുന്നതിന് കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ കുറേ സമയം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് വെയിലൊന്ന് ആറും എന്ന് വിചാരിച്ചിരിക്കുക. ഇതിൻ്റെ അടുത്ത് ഒരു കടകളും അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള കടകളൊന്നുമില്ല. പിന്നെ സ്നാക്സോ ചായ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരൊരു ക്യാൻറ്റീൻ ഇവിടെയുണ്ട്, അവിടെ കിട്ടും കേട്ടോ. ഈ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയ ഈ കടയാണ് കേട്ടോ അത്. അവിടെ സ്നാക്സും അങ്ങനെ കടികളും ചായയൊക്കെ കിട്ടും. പക്ഷേ അങ്ങനെ ഊണായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം 1 മണിക്കൂർ സമയമാണ് കേട്ടോ ഇവർ പറയുന്നത്. തലയിൽ മുട്ട പൊട്ടിച്ച് ചോദിച്ചാൽ ബുൾസൈ ആകുന്ന വെയിലാണെങ്കിലും അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ വെയിലുള്ളൂ, നമ്മളെ തണുത്ത് മാറി നിന്നാൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ സൈഡിലോട്ടൊന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പിള്ളേർ സെറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവരുടെ പ്രൈവസിയിലേക്ക് അധികം കടന്നു കയറാൻ പോയില്ല, തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ അവരവിടെ സന്തോഷത്തോടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ തുരുത്ത്. ആ തുരുത്തിലാണ് നമ്മൾ ഈ ബോട്ടിൽ പോകുന്നത്. അവിടെ കുറേ നേരം ഈ മൺട്രോ തുരുത്ത് പോലെ തന്നെയാണ്, പക്ഷേ മൺട്രോ തുരുത്ത് ഇച്ചിരി കൂടെ നല്ല, പോകുന്ന വഴിയൊക്കെ ഇച്ചിരി കൂടെ നല്ല. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ നിർത്തിയിട്ട് അടുത്തേനും ഫുഡ് അന്വേഷിച്ച് പോവുകയാണ്. നമ്മൾ അടുത്ത് ഫുഡ് എവിടെ കിട്ടും എന്നുള്ള അടിച്ചു കൊടുത്തപ്പോൾ ഗൂഗിൾ കാണിച്ചു തന്നതാണ് കായൽത്തീരം എന്നൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണിത് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങിയിരുന്നു. ഇവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയത്. ഈ റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ നേരത്തെ പോയിട്ടേ ഇല്ല. ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ അവിടെ ചെന്ന ഉടനെ ആ ഫുഡ് നല്ലതാവോ ഇല്ലയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വന്നിറങ്ങിയ ഉടനെ നല്ല സൂപ്പർ ഒരു സ്ഥലം കേട്ടോ. ഒരു ശാന്തമായ സ്ഥലത്ത് നല്ല ആംബിയൻസ് ഉള്ള ഒരു കായൽ തീരം എന്നൊരു ഫാമിലി റെസ്റ്റോറൻറ്റ്. എന്നിട്ടും അതിലെ ഫുഡ് എങ്ങനെയുണ്ട് എന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇച്ചിരി തിരക്കായിരുന്നു കേട്ടോ. ഈ സാമ്പ്രാണിക്കൊടിയിലേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ഒരു ബസ് നിറയെ ആൾക്കാർ കേട്ടോ. അവരത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരറിയാതെ വന്നവരായതുകൊണ്ട് അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ. പക്ഷേ അവിടെ വെയിറ്റ് ചെയ്തു. അകത്ത് കയറിയപ്പോഴാണ് മക്കളെ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ദേ ഇങ്ങനെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ഈ ഇരുന്ന് കഴിക്കുന്നത് ആ ചേട്ടൻ്റെ 2 പിള്ളേരാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ മായമൊന്നുമില്ലാത്ത ഫുഡാണ് കിട്ടുന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ടല്ലോ. ആ ചേട്ടൻ്റെ മക്കൾ ഇരുന്ന് കഴിക്കുന്നത് കണ്ടാൽ പോരെ. ഞണ്ടാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളുടെ ഇരിക്കുന്നത്. ആ ചേട്ടൻ തന്നെ എടുത്ത് ഏത് ഞണ്ടാണ് അവിടെ ഫ്രൈ ചെയ്യുന്നത് നമ്മളെ കാണിച്ചതാണ് കേട്ടോ. ഞങ്ങൾ കരിമീൻ ഫ്രൈയും ഞണ്ട് കറിയും പിന്നെ ഊണുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് കുറച്ച് പോപ്പിൻസും കല്ലുമുട്ടായി നാരങ്ങ മുട്ടായി ഒക്കെ അവിടെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.